ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലെയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെഷൻ അടക്കി ഭരിക്കുന്ന രാജാവാണ് പെർസെൻറ്റേജ്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ ആ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന 2 തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ്. മറ്റേ തൂണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്. സോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഈ 2 ടോപ്പിക്കുകൾ അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നന്നായി മനസ്സിലാക്കി പഠിച്ചോളുക. ഇത് രണ്ടും ചേർത്തിട്ടാണ് ബാക്കി പലതും ഉണ്ടാക്കിയിരിക്കുന്നത്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ റേഷ്യോയും പെർസെൻറ്റേജും ഇല്ലാതെ മറ്റു ടോപ്പിക്കുകളില്ല. ഉദാഹരണത്തിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോയും പെർസെൻറ്റേജും മാത്രമാണ്. പാർട്ട്ണർഷിപ്പ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഏജസ് തുടങ്ങിയ എല്ലാ ടോപ്പിക്കുകളും. ഇനി അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോയും പെർസെൻറ്റേജും മാത്രമാണ്. ഈ 2 സാധനങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ അതിൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഏതൊരു എക്സാം എടുത്താലും അത്രയും പ്രധാനപ്പെട്ട ഒരാളാണ് പെർസെൻറ്റേജ്. ആ പെർസെൻറ്റേജിനെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ ബേസ് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഈ ക്ലാസ് 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ 1 സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ അതിൻ്റെ അവസാനം, ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. സോ പെർസെൻറ്റേജ് എന്തുകൊണ്ട് 3 കളറുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പെർസെൻറ്റേജ് എന്താണെന്ന് ആ പേര് തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. ആരാണ് പെർസെൻറ്റേജ് എന്ന്, അതിൻ്റെ സ്വഭാവമാണ് ആ പേരായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് പെർസെൻറ്റേജ് എന്ന് വ്യക്തമാക്കുന്നത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. നോക്കൂ, പെർസെൻറ്റേജ്. ഈ പെർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പെർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഡിക്ഷണറി എടുത്ത് പെർ നോക്കുമ്പോൾ അവിടെ ഇല്ലെന്ന് എഴുതി വെച്ചിട്ടില്ല. പെർ എന്ന വാക്കിൻ്റെ അർത്ഥം ഔട്ട് ഓഫ്. ഔട്ട് ഓഫ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഔട്ട് ഓഫ്, ഒന്നിൽ മറ്റൊന്ന് എന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുന്നിടത്താണ് നമ്മൾ പെർ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് 50 മാർക്കുള്ള ഒരു പരീക്ഷയിൽ ഒരു കുട്ടിക്ക് 10 മാർക്ക് മേടിച്ചാൽ നമ്മൾ പറയും 10 ഔട്ട് ഓഫ് 50. 50-ൽ 10. അതാണ് ഞാൻ ഇല്ല് പറഞ്ഞത്. 50-ൽ 10. കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ, അതാണ് ഞാൻ ഇല്ല് പറഞ്ഞത്. മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഇത്ര മീറ്റർ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞത്. അപ്പം ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ ഔട്ട് ഓഫ് അല്ലെങ്കിൽ പെർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് സെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? വാട്ട് യു മീൻ ബൈ സെൻറ്റ്? പെർഫ്യൂം ആണോ? അല്ല. എന്താണ് സെൻറ്റ്? നമ്മൾ ഈ റോമൻ ക്യാരക്ടേഴ്സൊക്കെ നമുക്കറിയാം. 1, 2, 3, 4 ഇങ്ങനെയൊക്കെ എഴുതി പോകുന്ന ക്യാരക്ടേഴ്സ് നമുക്കറിയാം. അതിൽ കുറേ കഴിയുമ്പോൾ ഇവന്മാരുടെ ഈ വരയും കുറിയൊക്കെ തീർന്നിട്ട് 100നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഇവരെടുക്കുന്ന വാല്യൂ, ഇവരെടുക്കുന്ന ലെറ്ററാണ് സി. ആൻഡ് സി ഈസ് ഈക്വൽ ടു 100. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ 100. എന്താണ് ഈ സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റ്. അപ്പോൾ സെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 എന്നാണ്. അപ്പോൾ 100 തികയുമ്പോഴാണ് നമ്മൾ സെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ 100 വർഷങ്ങൾ തികയുമ്പോഴും നമ്മൾ സെഞ്ച്വറി എന്ന വാക്ക് ഇതിൽ നിന്നുണ്ടായതാണ്. 100 തികയുമ്പോഴല്ലേ നമ്മൾ സെൻറ്റ് എന്ന് പറയുക. അപ്പോൾ പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100. ഔട്ട് ഓഫ് 100. സോ വാട്ട് യു മീൻ ബൈ പെർസെൻറ്റേജ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഔട്ട് ഓഫ് 100. എന്താണ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ ഔട്ട് ഓഫ് 100. ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ നമ്മൾ 100ന്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതൊരു പെർസെൻറ്റേജ് ആവുന്നത്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, 5% എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 5/100. കാരണം ഔട്ട് ഓഫ് 100, 100ൽ എത്ര? പെർസെൻറ്റേജിൻ്റെ സൈൻ തന്നെ നിങ്ങളോട് അതാ പറയുന്നത്, ഒന്നിൽ മറ്റൊന്ന്. അതായത് ഈ വാല്യൂവിൽ ഈ വാല്യൂ എത്ര. സോ അതാണ് പെർസെൻറ്റേജ്. സോ 5% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 ഔട്ട് ഓഫ് 100 എന്നാണ്. 5 ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 100ൽ 5. അപ്പോൾ 10% എന്ന് നമ്മൾ എങ്ങനെ എഴുതും? 10% എന്ന് നമ്മൾ എങ്ങനെ എഴുതും? 10/100. 25% എന്ന് നമ്മൾ എങ്ങനെ എഴുതും? 25% ഈസ് ഈക്വൽ ടു 25/100. സോ എക്സ് പെർസെൻറ്റേജിന് നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായ കാര്യം? ഏത് പെർസെൻറ്റേജ് എടുത്താലും, അല്ലേ, നിങ്ങൾ ഏത് പെർസെൻറ്റേജ് എടുത്താലും അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ആര് വരും? 100 വരും. ഏത് ഭിന്നസംഖ്യ എടുത്താലും അതിൻ്റെ ഡിനോമിനേറ്റർ ആരായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ടാക്കിക്കൂടെ? അല്ലെങ്കിൽ പുതിയൊരു ഡെഫിനിഷൻ തന്നെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ പെർസെൻറ്റേജിന്? എന്താണ്? പെർസെൻറ്റേജസ് ആർ ഫ്രാക്ഷൻസ് ഹാവിങ് ഡിനോമിനേറ്റേഴ്സ് ഓഫ് 100. ഛേദം 100 ആയിട്ടുള്ള ഭിന്നസംഖ്യകളെ നമുക്ക് ശതമാനം എന്ന് പറയാം. അപ്പോൾ ഏത് പെർസെൻറ്റേജ് എടുത്താലും അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ആര് വരും? 100 വരും. ഡിനോമിനേറ്റർ ആയിട്ട് ആര് വരും? 100 വരും.
അപ്പോൾ ഇതാണ് പേഴ്സൻറ്റേജുമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പേഴ്സൻറ്റേജ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം വളരെ സിമ്പിൾ ആയിരിക്കണം. എന്ത്? ഔട്ട് ഓഫ് 100. പേഴ്സൻറ്റേജ് മീൻസ് ഔട്ട് ഓഫ് 100. ഓക്കെ ആണോ? അപ്പോൾ എല്ലാ പേഴ്സൻറ്റേജും എന്താണ്? ഫ്രാക്ഷൻ ആണ്. കാരണം എല്ലാ പേഴ്സൻറ്റേജിനെയും നമുക്ക് ഒരു ഭിന്നസംഖ്യയാക്കി എഴുതാം. ഇപ്പൊ നോക്കിക്കേ, 25% എന്ന് പറഞ്ഞാൽ എന്താ? 25/100. ഒന്നുകൂടെ ചെറുതാക്കി 25/100 എന്ന് പറയുന്നത് തന്നെ ഒരു ഭിന്നസംഖ്യയാണ്. ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് 1/4 എന്ന് എഴുതിക്കൂടെ? 25നെ 25 കൊണ്ട് ഹരിച്ച 1, 100നെ 25 കൊണ്ട് ഹരിച്ച 4, സോ 1/4. അപ്പോൾ ഈ 25% എന്ന് പറയുന്ന പേഴ്സൻറ്റേജിനെ ഞാൻ എന്താക്കി മാറ്റി? 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പോൾ എല്ലാ ഭിന്നസംഖ്യകളെയും നമുക്ക് എല്ലാ ശതമാനത്തെയും നമുക്ക് ഇതേപോലെ ഭിന്നസംഖ്യയാക്കാം. അതുപോലെ എല്ലാ ഭിന്നസംഖ്യകളെയും നമുക്ക് ശതമാനമാക്കാം. ഇനി ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യും? അതായത് ഒരു പേഴ്സൻറ്റേജിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? പേഴ്സൻറ്റേജ് ഫ്രാക്ഷൻ. പേഴ്സൻറ്റേജിന് ഇപ്പോൾ 25%നെ 1/4 ആക്കാൻ ഞാൻ എന്താ ചെയ്തേ? ഗുണിക്കുമായിരുന്നോ ചെയ്തേ? അല്ല, 25നെ 100 കൊണ്ട് ഹരിച്ചു. അപ്പോൾ പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം, ഡിവൈഡഡ് ബൈ 100. ഇനി അതുപോലെ ഫ്രാക്ഷനെ എനിക്ക് പേഴ്സൻറ്റേജ് ആക്കണം. എനിക്ക് ഈ 1/4നെ പേഴ്സൻറ്റേജ് ആക്കണം. എന്തോ ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 100 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 25% അല്ലേ? അപ്പോൾ ഫ്രാക്ഷനെ എനിക്ക് പേഴ്സൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ഫ്രാക്ഷനെ പേഴ്സൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്ലിയർ ആയിട്ട് ഇത് പഠിച്ചു വെച്ചോണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കാൽക്കുലേഷനെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഈ പേഴ്സൻറ്റേജിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള പേഴ്സൻറ്റേജ് വാല്യൂസ് അറിയാമെങ്കിൽ അത് നമ്മളെ ഒരുപാട് സ്ഥലത്ത് രക്ഷിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇങ്ങനെ ഒരു ചോദ്യം, ഫൈൻഡ് 33 and 1/3% ഓഫ് 33. ഇങ്ങനെ ഒരു ചോദ്യം വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം 33നെ എന്ത് ചെയ്യും? 33 and 1/3 33.33 എന്ന് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അതൊരു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പേഴ്സൻറ്റേജിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള പേഴ്സൻറ്റേജ് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 1 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആണല്ലോ മക്കളെ, 1/1. യെസ്. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള പേഴ്സൻറ്റേജ് എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രാക്ഷനെ പേഴ്സൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 1/1നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര തന്നെ കിട്ടും? 100%. അപ്പോൾ 1ന് ഈക്വൽ ആണ് 100%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 എത്ര ആയിരിക്കും? 1/2ന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ പേഴ്സൻറ്റേജ് വാല്യൂ എത്ര ആയിരിക്കും? എന്ത് ചെയ്താൽ മതി? 1/2നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഭിന്നസംഖ്യയാണ്, ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100/2 എത്ര കിട്ടും? 50%. ശരിയല്ലേ? സോ 1/2 എന്ന് പറഞ്ഞാൽ എത്ര പേഴ്സൻറ്റേജ്? 50%. അപ്പോൾ 1/3യോ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ 1/3യെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 100 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 100നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 33 and 1/3% എന്ന് കിട്ടും. 100നെ 3 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 33.33%, അല്ലെങ്കിൽ 33 and 1/3%. അപ്പോൾ ഈ 1/3 ഈക്വൽ ആണ് 33 and 1/3%. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ചോദ്യം കുറച്ചുകൂടി എളുപ്പമായില്ലേ? മുമ്പേ ചോദിച്ച ചോദ്യം, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം കുറച്ചുകൂടി എളുപ്പമായില്ലേ? കാരണം എന്താ? ഈ 33 and 1/3%ന് ഈക്വൽ അല്ലേ എന്ത്? 1/3 എന്ന് പറയുന്നേ. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 33. അപ്പോൾ 33നെ 3 കൊണ്ട് ഹരിച്ചാൽ 11 പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടത്തില്ലേ? ഇതിന് സംശയമൊന്നും വിചാരിക്കരുത്. 33നെ 1 കൊണ്ട് ഗുണിച്ചാൽ 33 തന്നെ കിട്ടും. പിന്നെ 3 കൊണ്ട് ഹരിക്കുക 11. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ?
കിട്ടി. അപ്പോൾ ഇത് അറിയാവുന്നത് കൊണ്ടല്ലോ ഇതിപ്പോൾ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ 33.33/100 ചെയ്ത് നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയേനെ. അപ്പോൾ 33 ആൻഡ് 1/3% ഈക്വൽ ആണ് 1/3 എന്ന് അറിയാമെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആവും. അപ്പോൾ ഈ പെർസെൻറ്റേജിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. അത് പഠിച്ചാൽ നമ്മുടെ കാൽക്കുലേഷനെ അത് ഒരുപാട് സഹായിക്കും. ഇപ്പോൾ ദാ നോക്കിക്കോ, ഈ പെർസെൻറ്റേജിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് ആണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 എന്ന് പറഞ്ഞാൽ 100%, 1/2 എന്ന് പറഞ്ഞാൽ 50%, 1/3 എന്ന് പറഞ്ഞാൽ 33 and 1/3%, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ ആണ് 33.33%, 1/4 25%, 1/5 20%, 1/6 16 and 2/3%, അതിന് ഈക്വൽ ആണ് 60, അതിന് ഡെസിമൽ വാല്യൂ ആണ് 16.67. അതുപോലെ 1/4 എന്ന് പറഞ്ഞാൽ 14 and 2/7%, എത്രയാണ് 14.28%. അപ്പോൾ ഈ 1/20 വരെയുള്ള വാല്യൂസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ വേറെ ലെവൽ. കാരണം പിന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് പറക്കും. കാരണം സിംപ്ലിഫിക്കേഷനകത്തിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. സോ ഇത് ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്ത് ഇത് എഴുതിയെടുത്ത് വെച്ച് നന്നായിട്ട് പഠിച്ചോളുക. ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കുന്നത് പോലെ കാണാതെ തന്നെ ഇത് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ ആണോ മക്കളെ? യെസ്. അപ്പോൾ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇങ്ങനെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ചോദ്യങ്ങൾ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇനിയും ഞാൻ എല്ലാം പറഞ്ഞു തീർത്തിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. ചില ഉദാഹരണങ്ങൾ സഹിതം നമ്മളത് പറയും. ക്ലാസ് അവസാനം വരെ നിങ്ങൾ കാണുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: 16 and 2/3% of 42. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, 16 and 2/3%. വേറെ കളർ എടുക്കാം. 16 and 2/3% ഈക്വൽ ആണ് എന്ത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാ. എന്താണ് 16 and 2/3% ഈക്വൽ ആയിട്ടുള്ളത്? 1/6 അല്ലേ? അതെ. അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്ത് എഴുതാം? 1/6. നേരത്തെ പറഞ്ഞ പോലെ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 42. അപ്പോൾ എന്തായി? 42 ഡിവൈഡഡ് ബൈ 6. എത്ര കിട്ടി മക്കളെ? 7. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതേപോലെ ഇനിയും ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വാല്യൂ ഇട്ടിട്ട് ചോദിക്കും. ഇപ്പോൾ ഇതാ ഇങ്ങനെ ചോദിക്കുകയാണ്: 9 and 1/11% of 33. അപ്പോൾ 9 and 1/11 എന്ന് പറഞ്ഞാൽ എന്തുവാ? ടേബിളിൽ നോക്ക്. എന്താ? 1/11 ആണ്. 9 and 1/11 ഈക്വൽ ആണ് എന്ത്? 1/11. അപ്പോൾ എന്തെടുക്കുക? 1/11 എടുക്കുക. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 33. 33നെ 11 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3. അപ്പോൾ ഇതുപോലെ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഇട്ടിട്ട് ഇതേപോലെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ചോദിക്കാമെന്നല്ല, ഉറപ്പായിട്ടും ചോദിക്കാം. അത് ആ കാര്യത്തിൽ PSCയും SSCയും ബാങ്കും ആരും പുറകിലല്ല. അവർ ഉറപ്പായിട്ടും ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. ഇനി നമുക്ക് അടുത്ത, അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് 7 തന്നെയാണ് നമുക്ക് കിട്ടിയത്. സോ ആൻസർ 7. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ പിള്ളേരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എക്സും പൊക്കി പിടിച്ചുകൊണ്ട് വരും. ഈ ഉറുമ്പ് അരിമണികൾ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ് നിങ്ങൾ എക്സും വെച്ചുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ എക്സ് എന്നൊക്കെ പറയുന്നത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഈ ചെറിയ ഓരോ സാധനത്തിനും ഓരോ ടൂള് പറഞ്ഞിട്ടില്ലേ. ഇപ്പം നിങ്ങൾക്കൊരു പേനിനെ കൊല്ലണം. ഉടനെ നിങ്ങൾ പേനിനെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് AK-47 എടുത്ത് വെച്ച് എയിം ചെയ്ത് ഫയർ ചെയ്താണോ പേനിനെ കൊല്ലുന്നത്? അല്ല, കയ്യെ വെച്ച് ഇങ്ങനെ ഞെരിച്ചു കൊല്ലും. അപ്പോൾ അല്ലാതെ ഒരു ആനയെ കൊല്ലാൻ നിങ്ങൾക്ക് ഞെരിച്ചു കൊല്ലാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾ വേറെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എക്സ് ഒക്കെ എടുക്കാനുള്ള വലിയ കാര്യങ്ങൾക്ക് എടുത്താൽ മതി. നിസ്സാര ചോദ്യത്തിനൊന്നും എക്സും വൈയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് തന്നെ ഇത് ചെയ്യാം. ഈ ചോദ്യത്തിനൊന്നും പേന എടുക്കണ്ട, മനസ്സിലാലോചിച്ച് തന്നെ ചെയ്യാം. മക്കളെ, ചോദ്യം എന്തുവാ? ഒരു സംഖ്യയുടെ 30% 75 അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം, എന്തുവാ 30%
എത്ര? 75. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? സംഖ്യ കണ്ടുപിടിക്കണ്ടേ? ആ നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആ നമ്പറാണ്. നമ്പർ അറിയാമോ? അറിയത്തില്ല. എടേ, നമ്പർ അറിയത്തില്ല. എന്തെങ്കിലും ഒരു സാധനം മുഴുവനായിട്ട് വേണമെങ്കിൽ 100% വേണം. ഇപ്പം നിങ്ങൾക്ക് എന്നെ മൊത്തത്തോടെ വേണമെങ്കിൽ എൻ്റെ 100% വേണം. ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 100% വേണം. കാരണം എന്താ? ഇപ്പോൾ 25 എന്ന് പറയുന്ന നമ്പർ അത് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ 25ന്റെ 100% തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ? എങ്കിലല്ലേ 25 കിട്ടത്തുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ശതമാനം കണ്ടുപിടിച്ചാൽ 25 കിട്ടുമോ? ഇപ്പം ഞാൻ 25ന്റെ 99.999% കണ്ടുപിടിച്ചാലും എനിക്ക് എന്ത് കിട്ടത്തില്ല? 25 കിട്ടത്തില്ല. അപ്പോൾ 25 കിട്ടണമെങ്കിൽ ഞാൻ 25ന്റെ 100% തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു നമ്പർ മുഴുവനായിട്ട് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ആ നമ്പറിൻ്റെ എത്ര പെർസെൻറ്റേജ് വേണം? 100% വേണം. ഈ മാത്തമാറ്റിക്സിൽ അല്ലെ മാത്സിൽ നമ്മൾ 100%നെ വിളിക്കുന്നത് ഫുൾ എന്നാണ്. അതായത് മുഴുവൻ വാല്യൂവിനെ, മുഴുവൻ എന്തെങ്കിലും ഒരു സാധനം മുഴുവൻ വേണമെന്ന് നമ്മൾ മാത്സിൻ്റെ ഭാഷയിൽ പറയുന്നത് 100% വേണമെന്നാണ്. സോ നിങ്ങൾക്ക് നമ്പറാണ് വേണ്ടത്. അപ്പം നമ്പറിനെ എത്ര ആയിട്ട് എടുക്കണം? നമ്പർ ഇസ് ഓൾവേസ് 100%. അപ്പോൾ നമുക്ക് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 100% കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്പറിനെ എപ്പോഴും 100% എടുക്കുക. 30% 75. ഞാൻ ഈ പറയുന്നത് പേന കൊണ്ട് എഴുതി ചെയ്യുന്ന കാര്യമല്ല, മനസ്സിൽ ആലോചിക്കുന്ന കാര്യമാണ്. അപ്പോൾ പേനയും പേപ്പറും ഒക്കെ താഴെ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ ഈ മോന്തയ്ക്കോട്ട് നോക്കിയിരുന്ന് ആലോചിക്കണം. വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങോട്ട് നോക്കിയിരുന്ന് ആലോചിക്കുക. ഇത് 30% എന്ന് പറയുന്നത് 75. എടേ, 30% 75 ആണെങ്കിൽ 10% എത്ര? അത് അപ്പോൾ ചോദിക്കും, താൻ എന്തിനാണോ 10% കണ്ടുപിടിച്ചതെന്ന്. 10% കണ്ടുപിടിച്ച എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാ? കാരണം 30ൽ നിന്ന് എനിക്ക് നേരെ 100ലേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് 30ൽ നിന്ന് 10ലോട്ട് വരാൻ എളുപ്പമാണ്. കാരണം എന്താ? 30നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി, 10 കിട്ടും. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ എന്ത് ചെയ്യും? 75നെ 3 കൊണ്ട് ഹരിക്കും. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 25. അപ്പോൾ 10% എത്ര? 25. 10% 25 ആണെങ്കിൽ 100% ഈസി ആയിട്ട് മനസ്സിലാലോചിച്ചൂടെ? എന്താ ചെയ്യേണ്ടത്? പറ. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ 25നെ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? 250. 250 250 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒരു സംഖ്യയുടെ 30% 75 ആയാൽ സംഖ്യ ഏത്? അപ്പോൾ ആൻസർ എത്ര കിട്ടും? നമുക്ക് 250 എന്ന് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിവിടെ വേറെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചില്ല. നമ്മൾ വെറും മനസ്സിലാലോചിച്ച് മാത്രമാണ് ചെയ്തത്. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്പർ എപ്പോഴും എത്ര ആയിട്ട് എടുക്കുക? 100% എടുക്കുക. എന്നിട്ട് നമ്പറിൻ്റെ 30% എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 75. ഉടനെ നമ്മൾ ആലോചിച്ചു 10% എത്ര? അപ്പോൾ ചോദിക്കുക, എന്തിനാണ് 10 ആലോചിച്ചത്? കാരണം 30ൽ നിന്ന് പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റിയ, എനിക്ക് 30ൽ നിന്ന് നേരെ 100ലോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം 30നെ നേരിട്ട് ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 30ൽ നിന്ന് താഴോട്ട് വന്നു, 10ലോട്ട് വന്നു. കാരണം എന്താ? എളുപ്പമാണ്, 3 കൊണ്ട് ഹരിക്കാം. 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെയും എന്ത് ചെയ്തു? 75നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? 25 കിട്ടി. അപ്പോൾ 10% 25 ഉടനെ എന്താണ്? 100% അല്ലേ കണ്ടുപിടിക്കണ്ടേ? 100% എത്ര എന്ന് ആലോചിച്ചു. 10% 25 ആണെങ്കിൽ 100% കണ്ടുപിടിക്കണം. 10 മുട്ടായിക്ക് 25 രൂപയാണെങ്കിൽ 100 മുട്ടായിക്ക് എത്ര? ഇൻറ്റു 10. ഇവിടെയും എന്ത് ചെയ്തു? ഇൻറ്റു 10. 25നെ 10 കൊണ്ട് ഗുണിച്ചാൽ 250. ഇപ്പം ചില ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇതിനേക്കാൾ എളുപ്പമല്ലേ എഴുതി അങ്ങോട്ട് ചെയ്യുന്നത്. എന്നാൽ നീ എഴുതടാ, എഴുത്. ഇത് എഴുതാതെ മനസ്സിലാലോചിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എഴുതാതെ മനസ്സിലാലോചിച്ച് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാനിവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എഴുതരുത്. നിങ്ങൾ 3-4 സെക്കൻഡ് കൊണ്ട് ആലോചിച്ച് നിങ്ങളത് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണം. അതിനാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ ഇത് ചിന്തിക്കണം. അല്ലാതെ ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ പേപ്പറിലോട്ട് എഴുതാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയം പോകും. ഇതൊന്നും എഴുതേണ്ട ചോദ്യങ്ങളല്ല, മനസ്സിലാലോചിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. സോ ആൻസർ എത്ര കിട്ടി? 250. അടുത്ത ചോദ്യം. The salary of a worker is first increased by 10% and thereafter it was reduced by 10%. What was the change in his salary? അതായത് ഒരാളുടെ വരുമാനം ആദ്യം 10% കൂടുന്നു, പിന്നീട് അത് 10% കുറയുന്നു എങ്കിൽ അയാളുടെ വരുമാനത്തിൽ വന്ന മാറ്റം എന്ന്. അപ്പോൾ ചോദിക്കും, താൻ എന്ത് മണ്ടനാടു? ഇവിടെ 10% കൂടി 10% തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും വരത്തില്ല. സോ ദി ആൻസർ ഇസ് നോ ചേഞ്ച് അല്ലേ? 10% കൂടി 10% കുറഞ്ഞു, എന്ത് ചേഞ്ച് വരാനാ? വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചു. കൂടുന്നത് 10%, കുറയുന്നതും 10%, എന്ത് മാറ്റം വരാനാണ്? ഒരു മാറ്റവും വരത്തില്ല, നോ ചേഞ്ച്. അല്ലട പിള്ളേരെ, ഇങ്ങോട്ട് നോക്ക്.
ഇയാളുടെ ഇനിഷ്യൽ സാലറി 100 രൂപയായിരുന്നെന്ന് വിചാരിക്കുക. ആദ്യം അതിൻ്റെ 10% കൂടി. 100ൻ്റെ 10% 10 തന്നെയല്ലേ? അതെ, അതുകൂടെ കൂടി. പുതിയ സാലറി എത്രയായി? 110. അപ്പോൾ ഇയാളിങ്ങനെ സന്തോഷിച്ചിരിക്കുക, എൻ്റെ സാലറി 10% കൂടി, 110. നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം വിളിച്ച് പറഞ്ഞു. പിന്നീടാണ് മുതലാളി വിളിച്ചിട്ട് പറയുന്നത് അടുത്ത മാസം മുതൽ സാലറി 10% കുറയ്ക്കുമെന്ന്. അപ്പം ഏതിൻ്റെ 10% കുറയ്ക്കുന്നത്? പണ്ടത്തെ 100ൻ്റെ ആണോ? അല്ല, ഇപ്പം ഇവൻ മേടിക്കുന്ന 110 അല്ലേ, അതിൻ്റെ 10% ചെയ്തത്. മുതലാളി കൊലച്ചതിയായി പോയി ചെയ്തത്. എന്താ? 110 11 കുറച്ച് കഴിഞ്ഞാൽ 99. പാവം മനുഷ്യൻ, മര്യാദയ്ക്ക് 100 മേടിച്ചുകൊണ്ടിരുന്നവനാ, ഇപ്പം എത്രയായി? 99. സോ എത്ര ശതമാനം കുറഞ്ഞു? 1% ഡിക്രീസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യം. പക്ഷേ ഇത് ഇങ്ങനെ ഈ പുറകിൽ നടക്കുന്ന ഈ കാര്യം അറിഞ്ഞ് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ഇതിന് വേറെ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. പല രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ എന്താ സംഭവിച്ചത്? 100 രൂപ മേടിച്ച ആളിന് 99 രൂപയെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ, 1% കുറഞ്ഞു. ഇനി ഇത് നമുക്ക് ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യാം? ആദ്യം നമുക്ക് പേഴ്സൻറ്റേജിൻ്റെ കോൺസെപ്റ്റിൽ തന്നെ ഇത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. പേഴ്സൻറ്റേജിൻ്റെ കോൺസെപ്റ്റിൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, അയാളുടെ സാലറി 100 അല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ, പുതിയ 1-2 കാര്യങ്ങൾ ഇതിനകത്ത് കൂടെ ഞാൻ പറയും. അതായത് അയാളുടെ സാലറി എത്ര? 100. ആദ്യം അയാളുടെ സാലറി 10% കൂട്ടി. 10% കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ 10% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 10% എന്ന് പറഞ്ഞാൽ 10/100. 100ൽ 10 അല്ലേ? അതായത് 100 ആണെങ്കിൽ 10. അപ്പോൾ 10% കൂടിയെന്ന് പറഞ്ഞാൽ നേരത്തെ 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 10% കൂടെ കൂടി. അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ട്? 10% കൂടിയെന്ന് പറഞ്ഞാൽ നേരത്തെ 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 10 കൂടെ കൂടി 110% ആയെന്നല്ലേ? അപ്പോൾ ഏതെങ്കിലും 5% കൂടിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടാൽ നിങ്ങൾ ചിന്തിക്കണം നേരത്തെ 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 105 ആയെന്ന്. 25% എവിടെയെങ്കിലും കൂടിയെന്ന് കേട്ടാൽ നിങ്ങൾ ചിന്തിക്കണം നേരത്തെ 100 ആയിരുന്നു പക്ഷേ ഇപ്പോൾ 125 ആണെന്ന്. അപ്പോൾ 5% കുറഞ്ഞെന്ന് കേട്ടാലോ നേരത്തെ 100 ആയിരുന്നു ഇപ്പോൾ 95 ആണെന്ന്. അപ്പോൾ 20% കുറഞ്ഞെന്ന് കേട്ടാലോ നേരത്തെ 100 ആയിരുന്നു ഇപ്പോൾ 80 ആണ്. അപ്പോൾ 15% കുറഞ്ഞെന്ന് കേട്ടാലോ നേരത്തെ 100 ആയിരുന്നു ഇപ്പോൾ 85 ആണ്. അപ്പോൾ ഇവിടെ 10% കൂടിയെന്ന് കേട്ടാൽ ഇയാൾ നേരത്തെ 100 രൂപ സാലറി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അതിൻ്റെ 110% ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ടാണ് മുതലാളി പറയുന്നത് വീണ്ടും സാലറി 10% കുറയ്ക്കാൻ പോവാണ്. ഏതിൻ്റെ? ഈ കിട്ടിയതിൻ്റെ. ഇതിന് മൊത്തത്തിൽ എത്ര ശതമാനം കുറയും? 10% കുറയും. അതായത് ഇതിന് മൊത്തത്തിൽ 10% കുറയും. അതായത് ഇതെല്ലാം കൂടെ 100 ആണെങ്കിൽ ഇപ്പം 90 ഉള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം. 10% കുറയുമെന്ന് പറഞ്ഞാൽ 90%. സോ 90/100. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഞാനിവിടെ ബ്രാക്കറ്റ് ഒക്കെ ഇട്ടത്. ബ്രാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റയടിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഇതങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. ഈ 0 വെട്ടി പോകുന്നു. അങ്ങനെ 99 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താ സംഭവിച്ചേ? 100 എന്നുള്ളത് 99 ആയിട്ട് മാറി. എത്ര ശതമാനം കുറഞ്ഞു? 1% കുറഞ്ഞു. 1% ഡിക്രീസ്. 1% ഡിക്രീസ്. ഓക്കെ, നമുക്കിത് മറ്റ് രീതികളിലും ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ് അല്ലാതെ വേറെ 2 ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് A+B+AB/100 എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഇവിടെ A എന്ന് പറയുന്നത് 10% കൂടുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ A എന്ന് പറഞ്ഞാൽ +10 ആയിട്ട് എടുക്കണം. ഇവിടെ പിന്നെ B എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് ബൈ 10% അല്ലേ? അപ്പോൾ ഈ B എന്ന് പറയുന്നത് -10 ആയിട്ടും എടുക്കണം. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് +10 ആയിട്ട് എടുക്കുക, B എന്ന് പറയുന്നത് -10 ആയിട്ട് എടുക്കുക. ഇനി ഒന്നുമില്ല, ഈ വാല്യൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. A എന്ന് പറയുമ്പോൾ 10, B എന്ന് പറയുമ്പോൾ -10 പ്ലസ് AB എന്ന് പറയുമ്പോൾ 10 × -10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 10 + -10 എന്ന് പറയുമ്പോൾ 0 കിട്ടും. പ്ലസ് 10 × -10 -100 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 0 പ്ലസ് 100നെ 100 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും, പക്ഷേ മൈനസ് ആണ്. സോ -1. സോ 0 + -1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -1% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 1% കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതല്ല, വേറൊരു ഷോർട്ട് കട്ടോടെ ഞാൻ പറഞ്ഞുതരാം. A% കൂടി. എന്താണ്? A% കൂടി, എന്നിട്ട് A% തന്നെ കുറഞ്ഞു. A% കൂടിയിട്ട് A% തന്നെ കുറഞ്ഞാൽ റിസൾട്ടന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ A²/100 ഡിക്രീസ് ആയിരിക്കും. A²/100 ഡിക്രീസ് ആയിരിക്കും. ഇത് ആദ്യം കൂടണം പിന്നെ കുറയണമെന്നില്ല. ഇപ്പം
കൂടുന്നു കുറയുന്നു, അത് ആദ്യം കൂടാം പിന്നെ കുറയാം, ആദ്യം കുറയാം പിന്നെ കൂടാം. പക്ഷേ രണ്ടും സെയിം വാല്യൂ ആയിരിക്കണം. സെയിം വാല്യൂ ഇൻക്രീസ്, സെയിം വാല്യൂ ഡിക്രീസ്. ആൻഡ് ഫൈനൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? a²/100 ഡിക്രീസ് ആയിരിക്കും. ശരിയാണോ നോക്കാം. a² എന്ന് പറയുമ്പോൾ 10² ഡിവൈഡഡ് ബൈ 100. 10² എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 100 ഡിവൈഡഡ് ബൈ 100 എത്ര? 1%. സോ 1% ഡിക്രീസ്, 1% ഡിക്രീസ്. സോ സെയിം പെർസെൻറ്റേജ് കൂടി സെയിം പെർസെൻറ്റേജ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? a²/100 ഡിക്രീസ്. അല്ലെങ്കിൽ r². നിങ്ങൾക്ക് എയ്ക്കും ബിക്കും പകരം വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ പക്ഷേ ഈ a+b+ab/100ന്റെ പ്രത്യേകത എന്താ? എയും ബിയും രണ്ട് വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് രണ്ട് വാല്യൂ ഇട്ടും ചെയ്യാം. അപ്പോൾ അതിൽ കൂടി കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൂടുന്നോ കുറയുന്നോ ആ സൈൻ നോക്കി അങ്ങ് ചെയ്താൽ മതി. ചിലർ 4 ഇക്വേഷനായിട്ട് ഇതിനെ പഠിപ്പിക്കും. രണ്ടും കൂടിയാൽ ഈ ഇക്വേഷൻ, ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞാൽ ഈ ഇക്വേഷൻ, ഒന്ന് കുറഞ്ഞ് ഒന്ന് കൂടിയാൽ ഈ ഇക്വേഷൻ, രണ്ടും കുറഞ്ഞാൽ ഈ ഇക്വേഷൻ. അങ്ങനെ വേണ്ട, ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി, a+b+ab/100. പക്ഷേ ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് സൈനും ഡിക്രീസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മളിവിടെ എ എന്ന് പറയുന്നതിന് +10 കൊടുത്തു, എ ഇൻക്രീസ് ആയതുകൊണ്ട്. ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാല്യൂ -10 കൊടുത്തു, കാരണം അത് ഡിക്രീസ് ആയതുകൊണ്ട്. സോ അത് മാത്രം നിങ്ങൾ ആ സൈൻ നോക്കി അങ്ങ് ചെയ്താൽ മതി. a+b+ab/100 എന്ന ഫോർമുല, എഫക്റ്റീവ് പെർസെൻറ്റേജ് ഫോർമുല എന്നൊക്കെ ഇതിനെ പറയും. പേരിലൊന്നും കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി ഇരിക്കുക. സോ അപ്പോൾ ഈ 4 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ പെർസെൻറ്റേജ് വെച്ചുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ 2 ഷോർട്ട് കട്ടുകളും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം ഇതാണ്. ഡ്യൂ ടു ഫാൾ ഓഫ് 10% ഇൻ ദ റേറ്റ് ഓഫ് ഷുഗർ, 500 gram more sugar can be purchased for ₹140. Find the reduced rate. സ്കൂളിൽ പോകാത്തവൻ പോലും ഇതിന് ഉത്തരം പറയും. അതായത് ഒന്നും അറിയാത്തവന് പോലും ഇതിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്യോർലി ഡിപ്പെൻസ് ഓൺ നമ്മുടെ കോമൺ സെൻസ്. എന്താണ്? ഞാൻ ഒരക്ഷരം പോലും എഴുതാതെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഇനിയും കുറച്ച് സെക്കൻഡുകൾ നിങ്ങളുടെ മനസ്സ് എനിക്ക് നിങ്ങൾ തരണം. പഞ്ചസാരയുടെ വില 10% കുറഞ്ഞത് കൊണ്ട് 140 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിയ ഒരാൾക്ക് 500 ഗ്രാം കൂടുതൽ ലഭിച്ചു എങ്കിൽ പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വിലയാണ് ചോദ്യം. ഇങ്ങോട്ട് നോക്ക്. ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കത്തില്ലേ? വാങ്ങിക്കും. ഈ കൂടുതൽ വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? എക്സ്ട്രാ കാശ് കൊടുത്താണോ? യവനെ കൊന്നാലും അവന്റെ കയ്യിൽ 140 രൂപയുള്ളൂ. ഇവന്റെ കയ്യിൽ ആകെ 140 രൂപയേ ഉള്ളൂ. വേറെ 10 പൈസ അവനെ കെട്ടിയിട്ടടിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ ഇവന്റെ കയ്യിൽ ആകെ എത്ര രൂപയുള്ളൂ? 140 രൂപയുള്ളൂ. ഈ 140 രൂപയും കൊണ്ടാണ് ഇവൻ കടയിൽ പോകുന്നത്. ഇവൻ കടയിൽ പോകുന്നത് എത്ര രൂപയും കൊണ്ടാ? 140 രൂപയും കൊണ്ടാണ് കടയിൽ പോകുന്നത്. ആകെ 140 രൂപയുള്ളൂ. അവിടെ ചെന്നപ്പോൾ എല്ലാ മാസവും ഇവൻ 140 രൂപയ്ക്ക് സാധനം മേടിക്കുമായിരുന്നു. അപ്പൊ അവന് എത്രയോ കിലോ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവൻ ചെന്നപ്പോഴോ 140 രൂപയ്ക്ക് നേരത്തെ കിട്ടുന്ന സാധനത്തിനേക്കാളും കൂടുതൽ കിട്ടും. കാരണം എന്താ? വില 10% കുറഞ്ഞു. ഇനി എന്തോ മക്കളെ ഈ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ? 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നേരത്തെ 100 രൂപയ്ക്ക് കിട്ടിയ അത്രയും സാധനം ഇപ്പൊ നിങ്ങൾക്ക് 90 രൂപയ്ക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്തുവാ? 10 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കത്തില്ലേ? 10 രൂപ ചെലവാകാതെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കത്തില്ലേ? അതായത് നേരത്തെ 100-ന് കിട്ടിയ സാധനം ഇപ്പൊ നിങ്ങൾക്ക് 90-ന് കിട്ടുമെന്നാണ് 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ നേരത്തെ 100 രൂപ കൊടുത്തെടുത്ത് ഇപ്പൊ 90 കൊടുത്താൽ മതി, 10 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും. അതായത് നിങ്ങൾക്ക് ലാഭം കിട്ടും. ആ ലാഭം കിട്ടിയ കാശ് കൊണ്ടാണ് നിങ്ങൾ 1/2 കിലോ മേടിച്ചത്. മനസ്സിലായോ? 140 രൂപയും കൊണ്ട് കടയിൽ പോയി. നേരത്തെ ആണെങ്കിൽ 140-ന്റെ 100% ചെലവാകുമായിരുന്നു. പക്ഷെ ഇപ്പൊ 140-ന്റെ 90% ചെലവാകത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? 140-ന്റെ 10% അവന് ലാഭം കിട്ടും. അതായത് അത് അവന് ചെലവാകത്തില്ല, അവന്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കും. അപ്പൊ അവന് കിട്ടിയ ലാഭം എത്ര? 14 രൂപ. 140-ന്റെ 10% അത് അവന് ചെലവായില്ല, അവന്റെ പോക്കറ്റിൽ തന്നെ ഇരുന്നു. ആ ലാഭം കിട്ടിയ കാശ് കൊണ്ടാണ് അവൻ 1/2 കിലോ മേടിച്ചത്. അപ്പൊ ആ 1/2 കിലോ അവന് കിട്ടിയത് അവൻ ഇവിടുന്ന് കിട്ടിയ ലാഭം കൊണ്ടാ. 140-ന്റെ 10% വില കുറഞ്ഞു, ആ കാശ് അവന് ചെലവാകത്തില്ല, അത് അവന്റെ പോക്കറ്റിലിരുന്നു. അതാണ് 14. ആ 14 രൂപയ്ക്കാണ്
ഇവന് 1/2 കിലോ മേടിച്ചത്. അപ്പോൾ 14 രൂപയ്ക്ക് 1/2 കിലോ. 1 കിലോയുടെ വില എത്ര? 1/2 കിലോയ്ക്ക് 14 രൂപയാണ്. 1 കിലോയ്ക്ക് എത്ര എന്ന് ഞാൻ പറഞ്ഞു തരണോ? 28 രൂപ. അത്രേ ഉള്ളൂ. ഇതാ കിടക്കുന്ന ആൻസർ 28 രൂപ. സിമ്പിൾ. മനസ്സിലായോ? യെസ്. ഇത് നമുക്ക് വേണമെങ്കിൽ എക്സും വൈയും ഒക്കെ എടുത്ത് വൃത്തികേടാക്കി ചെയ്യാം. പക്ഷേ ഇത് ഇത്രേ ഉള്ളൂ. കാര്യം സിമ്പിളാണ്. നമുക്ക് വേണ്ട എന്താ? നമുക്ക് ആ പെർസെൻറ്റേജിൻ്റെ ബേസ് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ, പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞു, അതറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ? ശ്രദ്ധിച്ചിരിക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. 140 രൂപയും കൊണ്ട് കടയിൽ പോയി. 10% വില കുറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ 100-ന് കിട്ടിയ സാധനം ഇപ്പൊ 90-ന് കിട്ടും. അതായത് നേരത്തെ 140 രൂപ ഇവൻ അവിടെ മുഴുവൻ ചെലവാകുമായിരുന്നു. 140, അതായത് 140ന്റെ 100% നേരത്തെ ചെലവാകുമായിരുന്നെങ്കിൽ ഇപ്പൊ 140ന്റെ 90% ചെലവാകത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്തുവാ? 10% ഇവന് ലാഭിക്കാം. മോനെ വില കുറഞ്ഞത് കൊണ്ട് ബാക്കി പൈസ എന്ന് പറഞ്ഞ് കടക്കാരൻ കൊടുക്കും. അത് എത്ര ആയിരിക്കും? 140ന്റെ 10%. 140ന്റെ 10% എത്ര മക്കളെ? 14 രൂപ. അപ്പോൾ ആ 14 രൂപയ്ക്കാണ് ഇവൻ 1/2 കിലോ എക്സ്ട്രാ മേടിച്ചത്. 14 രൂപയ്ക്ക് 1/2 കിലോ കിട്ടി. അപ്പൊ 1/2 കിലോയ്ക്ക് 14 രൂപയാണ്. ചോദ്യം എന്തുവാ? 1 കിലോയുടെ വില. 1/2 കിലോയ്ക്ക് 14 രൂപയാണെങ്കിൽ 1 കിലോയ്ക്ക് എത്ര എന്ന് ഞാൻ പറഞ്ഞു തരണോ? എത്ര? 28 രൂപ. 1/2 കിലോയ്ക്ക് 14 രൂപയാണെങ്കിൽ 1 കിലോയ്ക്ക് 28 രൂപ. യെസ്, 28 രൂപ. വെരി സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെ എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എഴുതി പഠിപ്പിക്കണമെങ്കിൽ ചിലർക്ക് അങ്ങനെയാണ്, എഴുതി പഠിപ്പിച്ചെങ്കിലേ അങ്ങോട്ട് റെഡി ആവത്തുള്ളൂ. ഇങ്ങോട്ട് നോക്കിക്കോ. ഓൾഡ് റേറ്റ് 100% ആണ്, റിഡക്ഷൻ 10% ആണ്. അപ്പോൾ മക്കളെ ന്യൂ റേറ്റ് എത്ര? 90% ആണ്. ശരിയല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ? 100 രൂപയും കൊണ്ട് കടയിൽ പോയാൽ 90 രൂപ ചിലവാകും, 10 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം. അതായത് എത്ര രൂപയും കൊണ്ട് പോയാലും നേരത്തെ 100 ആയിരുന്നു, ഇപ്പോൾ 90 കൊടുത്താൽ മതി, 10 നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ കടക്കാരന് കിട്ടുന്ന ലാഭം എത്ര? അയാളുടെ സേവിങ്സ് എത്ര? 140 രൂപയും കൊണ്ടാണ് പോയത്. അതിൻ്റെ 10% ലാഭം കിട്ടും. എത്ര രൂപ? 14 രൂപ. ആ 14 രൂപയ്ക്കാണ് ഞാൻ 1/2 കിലോ മേടിച്ചത്. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/2 കിലോയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 1/2 എഴുതുന്നത് കേട്ടോ. അപ്പോൾ 1/2 കിലോയ്ക്ക് 14 രൂപ. കാരണം 1/2 കിലോ കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അതെ. സോ 1/2 കിലോയ്ക്ക് 14 രൂപ. അപ്പോൾ 1 കിലോയ്ക്ക് എത്ര? 1/2 കിലോയ്ക്ക് 14 ആണെങ്കിൽ 1 കിലോയ്ക്ക് 28 രൂപ. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം മനസ്സിലായോ? ഇപ്പം ആകെ 5 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. 5 ചോദ്യങ്ങളായിട്ട് തന്നെ ഇത് ഇത്രയും സമയമായി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ഈ 40 മിനിറ്റുള്ള ഈ വീഡിയോ തന്നെ എൻ്റെ ലാപ്ടോപ്പ് വളരെ ശോകമായ അവസ്ഥയിൽ ഇരിക്കുന്നത് കാരണം ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് ഔട്ട് എടുത്ത് വരുമ്പോഴത്തേക്ക് 5-6 മണിക്കൂർ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാത്തത്. അപ്പോൾ നോക്കിക്കോ മക്കളെ, അടുത്ത ചോദ്യം എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. ഞാൻ എവിടെയൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ, ആരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം, ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പിള്ളേരോട് വെറുതെ ചോദിക്കും, മക്കളെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉണക്കമുന്തിരി മരങ്ങൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന്. അപ്പോൾ ഈ പിള്ളേർ വിളിച്ച് ഉത്തരം പറയും, സാർ ഉത്തർപ്രദേശ്, കാശ്മീർ, ഹരിയാന, മധ്യപ്രദേശ് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നീടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, എൻ്റെ പൊന്ന് പിള്ളേരെ, ഉണക്കമുന്തിരി ഉണ്ടാകുന്ന ഏത് മരത്തിലാണെന്ന്. ഉണക്കമുന്തിരി എന്ന് പറയുന്ന സാധനം മരത്തിലല്ല ഉണ്ടാകുന്നത്. അപ്പോൾ പിള്ളേർ പറയും, അയ്യോ സോറി സാർ, മുന്തിരി മരത്തിലല്ലോ വള്ളിയിലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ അങ്ങനെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഉണക്കമുന്തിരി എന്ന് പറഞ്ഞൊരു സാധനം ഫ്രഷായിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നതല്ല. പച്ചമുന്തിരി പറിച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ് ഉണക്കമുന്തിരി, അല്ലാതെ മരത്തിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചെടുക്കുന്ന സാധനം അല്ല. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ഉത്തരം പെട്ടെന്ന് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അതായത് പച്ചമുന്തിരിക്കകത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് അത് ഉണങ്ങി ചുക്കിച്ചുളിഞ്ഞ് വരുന്നതാണ് ഉണക്കമുന്തിരി. അതായത് ഫ്രഷ് ഗ്രേപ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഡ്രൈ ഗ്രേപ്സ്. ഇനി നമുക്ക് ചോദ്യം വായിക്കാം.
Fresh grapes contains 80% water while dry grapes contains 10% water. If the weight of dry grapes is 500 kg, then what is its total weight when it is fresh? അതായത് പച്ചമുന്തിരിയിൽ 80% വെള്ളമുണ്ട്, ഉണക്കമുന്തിരിയിൽ 10% വെള്ളവുമുണ്ട്. എങ്കിൽ 500 കിലോ ഉണക്കമുന്തിരി പച്ചമുന്തിരി ആയിരുന്നപ്പോഴുള്ള ഭാരം എത്ര? ജനിച്ചപ്പോഴേ ഉണക്കമുന്തിരിയായിട്ട് ആരും ജനിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് അതിനെ ഉണക്കമുന്തിരിയാക്കി മാറ്റുന്നത്. അതായത് പച്ചമുന്തിരി ഉണങ്ങിയാണ് ഉണക്കമുന്തിരി ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഉണങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രഷ് ഗ്രേപ്സിൻ്റെ കാര്യം പറയാം. മക്കളെ, ഫ്രഷ് ഗ്രേപ്സിലെ വാട്ടർ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 80% ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 80% ഫ്രഷ് ഗ്രേപ്സിൽ വാട്ടർ ഉണ്ടെങ്കിൽ ബാക്കി എന്താ ഉള്ളത്? 80% വെള്ളമാണ്. അപ്പോൾ ബാക്കി ഒരു 20% ഉണ്ടല്ലോ, അതെന്താണ്? അതാണ് മുന്തിരി. അതാണ് മുന്തിരി. ഫ്രഷ് ഗ്രേപ്സിലെ 80% വാട്ടർ ആണെങ്കിൽ 20% പറയുന്നതാണ് അതിൻ്റെ മീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ പൾപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ പൾപ്പാണ് ബാക്കി 20%. അപ്പോൾ ഈ 80% വാട്ടറും 20% അതിൻ്റെ മീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ പൾപ്പും. ഇത് ഡ്രൈ ആവുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഡ്രൈ ആവുമ്പോൾ സംഭവിക്കുന്നത് വാട്ടർ 10% ആയിട്ട് കുറയും. പൾപ്പ് എത്ര ആകും? അപ്പം 90% ആകും. വലിയൊരു തെറ്റിദ്ധാരണയ്ക്കുള്ള വാതിലുകളാണ് ഞാൻ തുറന്ന് മലർത്തിയിട്ടത്. കാരണം എന്താ? നിങ്ങൾ വിചാരിക്കും വാട്ടർ 70% കുറയുന്നു, അത് പിന്നെയും പോട്ടെ, ഞാൻ അങ്ങ് ക്ഷമിക്കും. പക്ഷെ നിങ്ങൾ പറയും പൾപ്പ് 70% കൂടുന്നു എന്ന്. കാരണം 20% ഇവിടെ പോയപ്പോൾ എത്രയായി? 90% ആയപ്പോൾ എത്ര ശതമാനം കൂടി? 70% കൂടി. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഉണക്കമുന്തിരിയെല്ലാം ഇത്രയും കണ്ടേനെ, ഒരു ആപ്പിളിൻ്റെ സൈസിലിരുന്നേനെ ഉണക്കമുന്തിരി എല്ലാം കൂടെ. കാരണം പൾപ്പ് പറിച്ചങ്ങോട്ട് വെച്ച് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൾപ്പൊക്കെ കൂടി 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 വലുതായിട്ടങ്ങ് വരുമോ? ഇല്ലല്ലോ. നിങ്ങൾ കണ്ടേക്കുന്ന ഉണക്കമുന്തിരി എല്ലാം പച്ചമുന്തിരിയേക്കാളും ചെറുതായിട്ടുള്ളതല്ലേ? അതെ, ജീവിതത്തിൽ ആ സാധനം കണ്ടിട്ടുണ്ടെങ്കിലേ ഈ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് പച്ചമുന്തിരി, എന്താണ് ഉണക്കമുന്തിരി എന്ന് അറിയാമെങ്കിലേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പൾപ്പ് കൂടി എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതായത് ഇപ്പം നമുക്കൊരു ഗ്രാഫ് പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പം നോക്കിക്കോ, ഇത് ഫ്രഷ് ഗ്രേപ്സിലെ വാട്ടറാണ്, ഇത് അതിലെ പൾപ്പാണ്. ഓക്കെ, ഇനി ഇതിൽ സംഭവിക്കുന്നത് ഇപ്പം നിങ്ങളിത് ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം വാട്ടർ കൂടുതലും പൾപ്പ് കുറവുമാണ്. ഇനി കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാട്ടർ അങ്ങ് കുറഞ്ഞ് ഇല്ലാതാവും. അതായത് ഒരു 10% എത്തും. അപ്പോഴും പൾപ്പിൻ്റെ വരയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല, പൾപ്പ് സെയിം ആയിരിക്കും. പക്ഷെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പം ആരായിരിക്കും കൂടുതൽ? പൾപ്പായിരിക്കും കൂടുതൽ. കാരണം ഒരു സമയത്ത് പൾപ്പിനേക്കാളും ഒരുപാടുണ്ടായിരുന്ന വാട്ടർ അങ്ങ് കുറഞ്ഞ് പൾപ്പിനേക്കാളും അങ്ങ് താന്നുപോയി. അപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ ആരായിരിക്കും കൂടുതൽ? പൾപ്പായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് ഇത് നേരെ തിരിഞ്ഞു വന്നത്. അതായത് നമ്മളൊരു ഷർട്ട് നനച്ചിടുന്ന കാര്യം ഓർക്കുക. ഒരു ഡ്രസ്സ്, ഒരു ജീൻസ് പാൻറ് നിങ്ങൾ നനച്ചു കൊണ്ടിടുന്നു എന്ന് വിചാരിക്കുക, വാഷ് ചെയ്ത് കൊണ്ടിടുന്നു. അത് വാഷ് ചെയ്ത് കൊണ്ടിടുമ്പോൾ അതിന് നല്ല വെയിറ്റ് ആയിരിക്കും. എന്നാൽ അത് ഉണങ്ങി എടുക്കുമ്പോൾ ആ വെയിറ്റ് നല്ലപോലെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. എന്താ സംഭവിച്ചത്? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിലെ വാട്ടർ കണ്ടന്റ് ഇല്ലാതായി, അതിലെ വെള്ളം മുഴുവൻ ഉണങ്ങിപ്പോയി അല്ലേ? നമ്മൾ തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പാൻറ്റായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ അതിലെ വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും അങ്ങ് നഷ്ടപ്പെടുന്നില്ല, ഇച്ചിരി വാട്ടർ ഉണ്ട്. മറ്റേത് അങ്ങനെയല്ല, 100% വാട്ടർ ഇല്ല. അല്ലാതെ വാട്ടർ എന്ന് പറഞ്ഞ സാധനം 0% ആയിരിക്കും അതിൽ. ഇവിടെ 10 ഉണ്ട്, പക്ഷെ അവിടെ 0 ആയിരിക്കും. ഒരു സാധനം ഉണങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ പൾപ്പ് അതുപോലെ തന്നെ നിൽക്കും, വാട്ടർ ഇല്ലാതാകും. എന്ത് സാധനം ഉണങ്ങുമ്പോഴും സംഭവിക്കുന്ന ഇതാണ്, പൾപ്പ് റിമൈൻസ് ദ സെയിം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് റിമൈൻസ് ദ സെയിം, പക്ഷെ വാട്ടർ മൊത്തം ഇവാപറേറ്റ് ചെയ്ത് പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഇതിന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അപ്പോഴും ഇപ്പോഴും മീറ്റ് കണ്ടന്റ് സെയിം ആയിരിക്കും, പൾപ്പ് സെയിം ആയിരിക്കും. ഷർട്ട് പാൻറ് നനച്ചിടുന്നതിന് മുൻപും എടുക്കുമ്പോഴും പാൻറ്റായിട്ട് തന്നെ ഉണ്ട്. പിന്നെ എന്താ നഷ്ടപ്പെട്ടത്? വെള്ളമാണ് നഷ്ടപ്പെട്ടത്. അതോ നിങ്ങൾ നനച്ചിട്ടിട്ട് ഉണക്കി എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പാൻറ്റിൻ്റെ ഒരു കാല് കാണുന്നില്ലേ? ഉണ്ടല്ലോ, പാൻറ്റായിട്ട് തന്നെ അവിടെ ഉണ്ടല്ലോ. പിന്നെ എന്ത് പോയി? വെള്ളം പോയി. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, പൾപ്പ് റിമൈൻസ് ദ സെയിം വെദർ ഇറ്റ് ഈസ് ഫ്രഷ് ഓർ ഡ്രൈ.
മുന്തിരി പച്ചയായാലും ഉണങ്ങിയതാണായാലും അതിൻ്റെ പൾപ്പ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൾപ്പ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള, നമുക്ക് തന്നിരിക്കുന്നത് 500 കിലോ ഡ്രൈ ഗ്രേപ്സ് ആണ്. 500 കിലോ ഡ്രൈ ഗ്രേപ്സ് ആണ്. അപ്പോൾ അതിലെ വാട്ടർ എത്ര ആയിരിക്കും? 500ന്റെ 10% 50. പൾപ്പ് എത്ര ആയിരിക്കും? ബാക്കി മൊത്തം 500ൽ നിന്ന് 50 പോയി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 450. അല്ലെങ്കിൽ നിങ്ങൾ 500ന്റെ 90% കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഈ 450 കിലോ പൾപ്പ് ഇതിനകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഫ്രഷ് ആയിരുന്നപ്പോഴും അത്രയായിരുന്നു, ഡ്രൈ ആയപ്പോഴും അത്രയായിരുന്നു. അപ്പോൾ ഫ്രഷ് ഗ്രേപ്സിലെ എത്ര പൾപ്പിൻ്റെ അളവ്? 20%. ഡ്രൈ ഗ്രേപ്സിൽ അത് എത്ര? 450. അപ്പോൾ ഫ്രഷ് ഗ്രേപ്സിലെ ഫ്രഷ് ഗ്രേപ്സ് ആയിരുന്നപ്പോൾ ഉള്ള 20% പൾപ്പ് എന്ന് പറയുന്നത് തന്നെയല്ലേ ഈ 450 കിലോ? കാരണം ഞാൻ പറഞ്ഞു, ജീൻസിന്റെ എക്സാമ്പിൾ ഓർക്കുക. നനച്ചിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചപ്പോഴും കൊണ്ടിട്ടപ്പോഴും തിരിച്ചെടുത്തപ്പോഴും എല്ലാം ജീൻസ് തന്നെ ആയിരുന്നു. അത് തന്നെയാണ് പൾപ്പ് ഇവിടെ. അപ്പോൾ ആ ഫ്രഷ് ആയിരുന്നപ്പോൾ ഉള്ള പൾപ്പിന്റെ അളവ് എന്ന് പറയുന്നത് 20% ആണ്. അത്രയും പൾപ്പ് തന്നെ ഉണ്ട് ഇപ്പോഴും. അതെത്രയാണ്? 450 കിലോ. അപ്പോൾ ഡ്രൈ ഗ്രേപ്സിലെ പൾപ്പിന്റെ അളവും ഫ്രഷ് ഗ്രേപ്സിലെ പൾപ്പിന്റെ അളവ് എപ്പോഴും സെയിം ആയിരിക്കും. ഫ്രഷ് ഗ്രേപ്സിൽ കുറേ വെള്ളവും കൂടെ കാണും, ഡ്രൈ ഗ്രേപ്സിൽ വെള്ളം കാണത്തില്ല. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രഷ് ഗ്രേപ്സിലെ 20% എന്ന് പറയുന്നത് 450 കിലോയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 20% എന്ന് പറഞ്ഞാൽ 450 ആണ്. അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ വെയിറ്റ് വെൻ ഇറ്റ് ഈസ് ഫ്രഷ്? ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എത്ര? ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? നമുക്ക് കടയിൽ ചെന്നിട്ട് മുന്തിരിയുടെ പൾപ്പ് മാത്രമായിട്ടോ മുന്തിരിക്കകത്തിലെ വെള്ളം മാത്രമായിട്ടോ മേടിക്കാൻ പറ്റുമോ? ഇല്ല, മുന്തിരിയായിട്ടേ മേടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഫ്രഷ് ഗ്രേപ്സ് എത്രയെന്ന് ചോദിച്ചാൽ ഇത് മൊത്തത്തിൽ കൂട്ടുക. അതായത് 80-20 രണ്ടുകൂടെ എടുക്കുക. ഫ്രഷ് ഗ്രേപ്സ് എന്ന് പറയുമ്പോൾ രണ്ടുകൂടെ എടുക്കുക. 100%. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ വാട്ടറും പൾപ്പും കൂടെ ആഡ് ചെയ്യുക. അതാണ് 100% എടുത്ത്. എത്രയാണ്? 20% 450 ആണെങ്കിൽ 100% എത്ര? 20%നെ 100% ആക്കാൻ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ 450 × 5 എത്ര കിട്ടും? 2250 kilograms. 2250 കിലോ. സോ ആൻസർ എത്ര? 2250 കിലോ. സോ നമുക്ക് ആൻസർ കിട്ടി 2250 കിലോ. സോ വളരെ നല്ലൊരു ചോദ്യമാണ് ഇത്. പല പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചോദ്യവുമാണ്. സോ എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനും കൂടാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആയോ നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം ഈ 5 ചോദ്യങ്ങൾ ചെയ്തത് കൊണ്ട് ഒന്നും ആവുന്നില്ല. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജിൻ്റെ ഒരു ഐഡിയ കിട്ടും. പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ തുടക്കത്തിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത് പോലെ പ്രാക്ടീസ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. സോ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.